നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഒരിക്കലും അവസാനിക്കാത്ത ദുരിതങ്ങളാണ് പ്രവാസി ജീവിതങ്ങളുടേത്. പ്രവാസികളുടെ മാത്രമല്ല, അവർക്കായി കാത്തിരിക്കുന്നവരുടെയും. കോവിഡ് ആ ദുരിതകാലത്തെ കൂടുതൽ വേദനാപൂർണമാക്കി. പിറന്ന മണ്ണിൽ അന്ത്യനിദ്രയ്ക്കോ ഉറ്റവർക്ക് അവസാനമായി കാണാനോ സാധിക്കാതെ മണലാരണ്യങ്ങളിൽ തന്നെ അവസാന നിദ്രയും പുൽകേണ്ടി വന്നവരും നിരവധിയാണ്. ഒരു വർഷം മുൻപ് അടച്ചുപൂട്ടിയ കമ്പനിയുടെ റിയാദിലെ ക്യാമ്പിൽ മരിച്ച മലയാളിയുടെ മൃതദേഹം നാട്ടിൽ ഉറ്റവർക്ക് ഒരു നോക്ക് കാണാനായത് 5 മാസത്തിനു ശേഷം. ജോലിയും ശമ്പളവുമില്ലാതെ ദുരിതങ്ങളുടെ കനൽ ദിനങ്ങൾ താണ്ടുന്നതിനിടയിൽ മരണത്തിലേക്ക് കുഴഞ്ഞു വീണ കണ്ണൂർ സ്വദേശി പൂന്തോട്ടത്തിൽ ബാബുവിന്റെ ചേതനയറ്റ ശരീരമാണ് വൈകിയാണെങ്കിലും ഉറ്റവരുടെ അന്ത്യചുംബനങ്ങൾ ഏറ്റുവാങ്ങാൻ എത്തിയത്. നിയമപ്രശ്നങ്ങളും കോവിഡ് പ്രതിസന്ധിയും മൂലം അനിശ്ചിതത്വത്തിലായപ്പോൾ റിയാദിലെ ശ്മശാനത്തിൽ സംസ്കരിക്കേണ്ട മൃതദേഹങ്ങളുടെ പട്ടികയിൽ ബാബുവിന്റെ പേരും എഴുതി ചേർക്കാൻ ഒരുങ്ങിയതാണ്. അപ്പോഴാണ് എത്ര കാലവും കാത്തിരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങൾക്ക് അച്ഛനെ ഒരു നോക്ക് കാണണം, ആ മുഖത്ത് അന്ത്യചുംബനം അർപ്പിക്കണം എന്ന മകളുടെ ഉള്ളുലയ്ക്കുന്ന അഭ്യർത്ഥന റിയാദിലെ ഇന്ത്യൻ എംബസിയിലേക്കും സാമൂഹിക പ്രവർത്തകരിലേക്കും നിരന്തരം എത്താൻ തുടങ്ങിയത്. ആ മൃതദേഹം നേരിട്ട നിയമക്കുരുക്കുകൾ അതിസങ്കീർണമായിരുന്നു. ഒരു വർഷം മുൻപ് അടച്ചുപൂട്ടിയ ഫർണിച്ചർ കമ്പനിയിലെ തൊഴിലാളിയായിരുന്നു ബാബു. അയാൾ മാത്രമല്ല, വേറെയും തൊഴിലാളികൾ അവിടെയുണ്ടായിരുന്നു. ശമ്പള കുടിശ്ശികയും സേവനാനുകൂല്യങ്ങളും ആവശ്യപ്പെട്ട തൊഴിലാളികൾ നൽകിയ കേസ് ലേബർ കോടതിയിലാണ്. പണിയില്ലാതെ കമ്പനി പൂട്ടുന്നത് അതിനിടയിലായിരുന്നു. ഒരു വർഷമായി പണിയില്ല, ശമ്പളവുമില്ല. കമ്പനി വക ക്യാമ്പിൽ പട്ടിണിയും പരിവട്ടവുമായി തൊഴിലാളികൾ നരകയാതന അനുഭവിക്കുകയായിരുന്നു. വിവരമറിഞ്ഞ് ഇന്ത്യൻ എംബസി അവിടെ സഹായങ്ങൾ എത്തിച്ചു, ഭക്ഷണവും മരുന്നുകളും എത്തിച്ചു. ഇതിനിടയിൽ രോഗബാധിതരായി ബാബു അടക്കം 3 ഇന്ത്യൻ തൊഴിലാളികൾ മരിച്ചു. ഈ വർഷം ഫെബ്രുവരി 27-നായിരുന്നു ബാബു മരിച്ചത്. മൃതദേഹം റിയാദിലെ ഷുമൈസി ആശുപത്രിയിൽ മോർച്ചറിയിലായിരുന്നു ഇത്രയും കാലം. കമ്പനിയുമായി ബന്ധപ്പെട്ട നിയമക്കുരുക്കുകൾ മൃതദേഹം നാട്ടിലയക്കുന്നതിന് തടസ്സമായി മാറുകയായിരുന്നു. കോവിഡ് പ്രതിസന്ധിയോടെ അന്താരാഷ്ട്ര വിമാന സർവീസ് നിർത്തിവെച്ചത് മൃതദേഹം നാട്ടിലയക്കുന്ന കാര്യത്തിൽ കടുത്ത അനിശ്ചിതത്വം ഉണ്ടാക്കുകയും ചെയ്തു. ഭാര്യയും മക്കളും അനുമതി തന്നാൽ റിയാദിൽ സംസ്കരിക്കാം എന്ന് എംബസി അധികൃതർ അവരെ അറിയിച്ചു. പക്ഷേ അരുതേ എന്ന അഭ്യർത്ഥനയാണ് കുടുംബത്തിൽ നിന്നുണ്ടായത്. മൂത്ത മകൾ നിരന്തരം വിളിച്ചുകൊണ്ടിരുന്നു, അച്ഛനെ അവസാനമായൊന്നു കാണണം, അന്ത്യചുംബനം അർപ്പിക്കണം എന്ന കുടുംബത്തിന്റെ ആഗ്രഹം എംബസി അറിയിച്ചു. തുടർന്ന് എംബസി ഇതിനാവശ്യമായ നടപടികൾ ത്വരിതഗതിയിലാക്കി. സാമൂഹിക പ്രവർത്തകൻ ഷിഹാബ് കൊട്ടുകാട് കഠിന പരിശ്രമത്തിലൂടെ നിയമക്കുരുക്കുകൾ ഒന്നൊന്നായി അഴിച്ച് മൃതദേഹം നാട്ടിൽ കൊണ്ടുപോകുന്നതിനുള്ള വഴിയൊരുക്കി. കഴിഞ്ഞ ദിവസം കാർഗോ വിമാനത്തിൽ നാട്ടിലെത്തിച്ചു. സ്വദേശത്ത് സംസ്കരിക്കുകയും ചെയ്തു. ഇതിനാവശ്യമായ 13,000 റിയാൽ ഇന്ത്യൻ എംബസി സാമൂഹിക ക്ഷേമ നിധിയിൽ നിന്നും ചിലവഴിച്ചു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.